വള്ളംകളിയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. സുജു ടി ബാബു ചേരുന്നു. സുജു, എങ്ങനെ പുരോഗമിക്കുന്നു ആറാൻമുള വള്ളംകളി? ഷമി, ഒരു രക്ഷയുമില്ല. വലിയ ആവേശമാണ് ആറന്മുള വള്ളംകളി ഇപ്പോൾ കടന്നു പോകുന്നത്. ഇപ്പോൾ ബി ബാച്ച് മത്സരങ്ങളുടെ ഫൈനൽ മത്സരമാണ് നടക്കുന്നത്. അതിൽ എടക്കുളം, കോറ്റാത്തൂർ, കൈതക്കോടി, കൊടിയാറ്റുകര 49 നമ്പർ വള്ളം, തോട്ടപ്പുഴശ്ശേരി 3-4 വള്ളം പള്ളിയോടങ്ങളുടെ ബി ബാച്ച് മത്സരങ്ങളുടെ ഫൈനൽ മത്സരമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഏതാണ്ട് ഒരേ തരത്തിൽ ഒരു വള്ളപ്പാട് പോലും വ്യത്യാസമില്ലാതെ, ഇഞ്ചോടിഞ്ച് വ്യത്യാസമില്ലാതെ തുഴഞ്ഞു വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് തത്സമയം കാണുവാൻ സാധിക്കുന്നത്. ബി ബാച്ച് മത്സരം, ബി ബാച്ച് ഫൈനൽ അതിശക്തമായ ഫൈനലാണ്. ആര് ജയിക്കും, ആര് പരാജയപ്പെടുമെന്നൊന്നും പറയാൻ സാധ്യമല്ല. അത്രത്തോളം ശക്തമായ മത്സരം. 4 പള്ളിയോടങ്ങളും ഇഞ്ചോടിഞ്ച് വ്യത്യാസത്തിലാണ് ഇപ്പോൾ നടന്നു വരുന്നത്. ഇത്തവണ ആര് വിജയിക്കുമെന്ന കാര്യത്തിൽ ഇപ്പോൾ പ്രവചനാതീതമായ ഒരു തരത്തിൽ ഇഞ്ചോടിഞ്ച് മത്സരമാണ് കാഴ്ചവെക്കുന്ന. വഞ്ചിപ്പാട്ടിന്റെയും മന്ത്രോച്ചാരണത്തിന്റെയൊക്കെ അകമ്പടിയിൽ വള്ളങ്ങൾ അതിശക്തമായ മത്സരമാണ് ഇപ്പോൾ കാഴ്ചവെക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഹീറ്റ്സ് മത്സരത്തിൽ കണ്ട അതേ ആവേശം, ആ ആവേശത്തിന് ഒട്ടും കുറവില്ല ബി ബാച്ച് മത്സരങ്ങളുടെ ഫൈനൽ മത്സരത്തിലും. ഇടക്കുളം, കൊറ്റാത്തൂർ, കൈതക്കൊടി, കൊടിയാറ്റുകര 49 നമ്പർ വള്ളം, തോട്ടപ്പുഴശ്ശേരി തുടങ്ങിയ വള്ളങ്ങളാണ് മുമ്പ് മന്നം ട്രോഫികളൊക്കെ കരസ്ഥമാക്കിയ വള്ളങ്ങൾ തന്നെയാണ്, പള്ളിയോടങ്ങളാണ്. ആ പള്ളിയോടങ്ങളുടെ അതേ ആവേശം ഇത്തവണയും തങ്ങൾക്ക് ട്രോഫി സ്വന്തമാക്കണം, ബി ബാച്ച് മത്സരത്തിൽ ഫൈനൽ വിജയ് കപ്പിൽ മുത്തമിടണമെന്ന വാശിയോടെ തന്നെയാണ് ആ പള്ളിയോടങ്ങളുടെ മത്സരം. ഇഞ്ചോടിഞ്ച് ചേർന്ന മത്സരങ്ങളും ആര് ജയിക്കും, ആര് പരാജയപ്പെടുമെന്നും ഇപ്പോൾ പറയാൻ സാധ്യമല്ല. അത്രമേൽ ശക്തമായ മത്സരം, അതിശക്തമായ മത്സരം. ആവേശത്തിൽ വഞ്ചിപ്പാട്ടിന്റെ താളത്തിൽ തുഴയെറിഞ്ഞുകൊണ്ട് ഇതാ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തുകയാണ്. അവരിങ്ങനെ ആറന്മുള പരപ്പുടക്കടവിൽ നിന്ന് സത്രക്കടവിലെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തുമ്പോൾ കണ്ട 2 വള്ളങ്ങൾ അടുപ്പിച്ച ഇഞ്ചോടിഞ്ച് മത്സരം. ആര് ജയിച്ചു, ആര് പരാജയപ്പെട്ടുവെന്ന് പറയാൻ പറ്റാത്ത വിധത്തിൽ 4 വള്ളങ്ങൾ ഇപ്പോൾ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഇനി ഇതിന്റെ ഫലപ്രഖ്യാപനം വരുമ്പോൾ മാത്രമേ ഏത് വള്ളമാണ് വിജയിച്ചതെന്ന്, ഏത് പള്ളിയോടമാണ് വിജയിച്ചതെന്ന് അറിയാൻ സാധിക്കത്തുള്ളൂ. 52 കരകളിലെ ജനങ്ങളെ സാക്ഷിയാക്കി പമ്പയാറ്റിന്റെ ഇരുകരങ്ങളിൽ നിൽക്കുന്ന 10,000-കണക്കിന് ആളുകളെ പുളികരമാക്കിക്കൊണ്ട് ബി ബാച്ച് മത്സരത്തിലെ ഫൈനൽ മത്സരം ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. അടുത്തിനിയും ഏവരും കാത്തിരിക്കുന്നത് എ ബാച്ച് മത്സരത്തെ പള്ളിയോടുള്ള മത്സരമാണ്. അതിനായുള്ള കാത്തിരിപ്പാണ് ഇനിയും. അതാണ് ഏറ്റവും ശ്രദ്ധേയമായ മത്സരം, അതാണ് ഏറ്റവും സൗന്ദര്യാത്മകമായ മത്സരം എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. ഷമി, സിജു, ഈ ഒരു ആവേശം ജനങ്ങളിലേക്ക് ഏത് രീതിയിലാണ് എത്തുന്നത്? നേരം ഇരുട്ടിക്കഴിഞ്ഞു, ഇപ്പോഴും ജനങ്ങൾ വലിയ തോതിൽ അവിടെ തുടരുന്നുണ്ടോ? തീർച്ചയായും ഷമി, പമ്പയാറിന്റെ ഇരുകരകളിലും നമുക്കറിയാം കേരളത്തിലെ 44 അർത്ഥികളിൽ ഏറ്റവും വിശ്വാസികളെ സംബന്ധിച്ചോളം പുണ്യമെന്ന് കരുതുന്ന പമ്പയാർ, ആ പമ്പയാറിന്റെ ഇരുകരകളിലും 10,000-കണക്കിന് ആളുകളാണ് ഈ വൈകിയ നേരത്തും തിങ്ങി നിൽക്കുന്നത്. ഇത്തവണ മത്സര വള്ളക്കളിൽ എ ബാച്ച് മത്സരത്തിൽ ആര് ഫൈനൽ കപ്പിൽ മുത്തുമിടും എന്ന ചോദ്യത്തിന് ഉത്തരം അല്പസമയത്തുള്ളിൽ ലഭിക്കും. അത് കാണുവാൻ വേണ്ടി ആയിരക്കണക്കിന് ആളുകളാണ് ആവേശത്തോടെ നിൽക്കുന്ന. കൊച്ചുകുട്ടികളുണ്ട്, പ്രായമുള്ളവരുണ്ട്, അങ്ങനെ കുടുംബമായി എത്തിയവരുണ്ട്. എല്ലാവരും, യുവാക്കൾ, യുവതികളെല്ലാം എല്ലാവരും കാത്തിരിക്കുന്ന ഇത്തവണ ആര് ഫൈനലിലേക്ക് എത്തും എന്ന ഒരു ചോദ്യം തന്നെയാണ്. അതിൽ എ ബാച്ച് മത്സരത്തിൽ ഫൈനൽ മത്സരത്തിൽ പങ്കെടുക്കുന്ന പള്ളിയോടങ്ങളുടെ പേരിങ്ങനെയാണ്: നെല്ലിക്കൽ, കോയിപ്പുറം, ഇടനാട്, ഇടപ്പാവൂർ, പേരൂർ കരകളിലെ പള്ളിയോടങ്ങളാണ് എ ബാച്ച് മത്സരത്തിൽ പങ്കെടുക്കുക. ആ മത്സരം അല്പസമയത്തിനുള്ളിൽ തന്നെ ആരംഭിക്കും. ആ മത്സരത്തിന് വേണ്ടിയാണ് കാത്തിരിക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായ ഒരുപക്ഷെ മത്സരം ഈ എ ബാച്ച് പള്ളിയോടങ്ങളിലെ ഫൈനൽ മത്സരം തന്നെയാണ്. ഹീറ്റ് മത്സരങ്ങളിലൊക്കെ തന്നെ ഈ മികച്ച ദൂരത്തിൽ ഏറ്റവും കുറഞ്ഞ വേഗത്തിൽ എത്തിയ പള്ളിയോടങ്ങളാണ് മത്സരത്തിലേക്ക് എത്തിയതനുസരിച്ചാണ് ഫൈനൽ മത്സരത്തിലേക്ക് സെലക്റ്റഡ് ആയിരിക്കുന്നത്. ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ തന്നെ മത്സരം ആരംഭിക്കും. ഷമി, ഇപ്പോൾ അതിനായുള്ള കാത്തിരിപ്പാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ പരപ്പുഴ കടവിൽ നിന്ന് ഏതാണ്ട് 1 കിലോമീറ്ററാണ് ഫിനിഷിംഗ് പോയിന്റായി സത്രക്കടവ് വരെയുള്ളത്. പരപ്പുഴ കടവിൽ നിന്ന് മത്സരം ആരംഭിക്കും. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഏറ്റവും വാശിയേറിയ മത്സരം ബി ബാച്ച് പള്ളിയോടുള്ള ഫൈനൽ മത്സരം നമ്മൾ കണ്ടതാണ്. ഫോട്ടോ ഫിനിഷിംഗിന് സമാനമായ രീതിയിലുള്ള ഫൈനൽ മത്സരമായിരുന്നു ബി ബാച്ചിൽ. ഇടക്കുളം, കോറ്റാത്തൂർ, കൈതക്കോടി, കൊടിയാറ്റുകര, തോട്ടപ്പുഴശ്ശേരി പള്ളിയോടങ്ങൾ ശക്തമായ മത്സരം കാഴ്ചവെക്കുകയും ഫോട്ടോ ഫിനിഷിംഗിലേക്ക് കാര്യങ്ങളെത്തി. ഇനി അറിയാനുള്ളത്
എ ബാച്ച് മത്സരങ്ങളിലെ ഫൈനൽ മത്സരം ഇപ്പോൾ അല്പസമയത്തിൽ ആരംഭിക്കും. അതിന് സമാനമായ രീതിയിൽ തന്നെയാണോ എ ബാച്ച് മത്സരത്തിലും എല്ലിക്കൽ, കോയിപ്പുറം, ഇടനാട്, ഇടപ്പാവൂർ പേരൂർ എന്ന പള്ളിയോടങ്ങളാണ് ഫൈനൽ എ ബാച്ച് മത്സരത്തിൽ പങ്കെടുക്കുക. ആ മത്സരത്തിന് വേണ്ടിയാണ് പമ്പയാറിന്റെ ഇരുകരകളിലും പതിനായിരങ്ങൾ കാത്തു നിൽക്കുന്നത്. വൈകിയ വേളയിലും ഒരാൾക്ക് പോലും ആവേശത്തിന് ഒട്ടും കുറവില്ല. വലിയ ആവേശത്തിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ ബി ബാച്ച് മത്സരം പൂർത്തിയാക്കിയപ്പോൾ തന്നെ അതിന്റെ ആവേശം ഇരട്ടിയോ. കാരണം ബി ബാച്ചിന്റെ ഫലം ഒരുപക്ഷെ ഈ ഫോട്ടോ ഫിനിഷ് എങ്ങാണ്ട് തന്നെ അത് പരിശോധിച്ച ശേഷം മാത്രമേ പ്രഖ്യാപിക്കുകയുള്ളൂ. നമുക്ക് ആരാണ് വിജയിച്ചത്, ആരാണ് പരാജയപ്പെട്ടതെന്ന് കൃത്യമായി പറയാൻ സാധ്യമല്ല. അത്രത്തോളം വാശിയേറിയ മത്സരമാണ് കടന്നത്. അതിന് സമാനമായ മത്സരമായിരിക്കാം എ ബാച്ച് പള്ളിയോടങ്ങളിലെ വള്ളംകളിയുടെ ഫൈനൽ മത്സരം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ഇന്നിപ്പം ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ ഏതാണ്ട് ഉച്ചയ്ക്ക് 1:30 ഇവിടെ എത്തിയതാണ്. അവരെല്ലാം തന്നെ കാത്തിരുന്നത് ഈ ഫൈനൽ മത്സരത്തിന് വേണ്ടിയാണ്. ആറന്മുളയുടെ പരമ്പരാഗത ശൈലി കുഴഞ്ഞെത്തുന്ന വള്ളങ്ങൾ, ആറന്മുളയുടെ പൈതൃകം അത് ഏറ്റെടുക്കുന്ന വള്ളങ്ങൾ, ഒരു 52 കരകളിൽ ഏറ്റവും ഒരു പ്രസിദ്ധ, ഏറ്റവും ധീരത, അല്ലെങ്കിൽ ഏറ്റവും ഈ വട്ടം ആ കരകളിലേക്ക് ഏറ്റവും അഭിമാനപൂർവ്വം ഏത് കരയിലേക്കാണ് ഇത്തവണത്തെ എ ബാച്ച് മത്സരത്തിന്റെ ഫൈനൽ ട്രോഫിയുമായി മടങ്ങുന്നത്, ഏത് പള്ളിയോടമാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം അല്പസമയത്തിനുള്ളിൽ നമുക്കറിയാൻ സാധിക്കും. ഏതാണ്ട് മത്സരം ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മത്സരം പള്ളിയോടങ്ങൾ തുടങ്ങി വരുന്നുണ്ട്. ദൂരെ നിന്ന് കാണുമ്പോൾ ആ ദൃശ്യങ്ങളിൽ ഏതാണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരേ തരത്തിലാണ്. എ ബാച്ച് മത്സരത്തിൽ ഫൈനലും ഈ ഫോട്ടോ ഫിനിഷിലേക്ക് എത്തുമെന്നാണ് നമുക്കിപ്പോൾ പറയാൻ സാധിക്കും. ഇപ്പോൾ അങ്ങനൊരു അനുമാനത്തിലേക്ക് അറിയില്ല. എന്നാൽ പോലും ദൃശ്യങ്ങൾ അതാണ് പറയുന്നത്, വിളിച്ചു പറയുന്നു. ഏതാണ്ട് 1 കിലോമീറ്റർ ദൂരമാണ് പരപ്പുഴ കടവിൽ നിന്ന് സത്രക്കടവിലേക്കുള്ള. ആ കടവിലേക്കാണ് ഇപ്പോൾ തുഴയെറിഞ്ഞുകൊണ്ട് വഞ്ചിപ്പാട്ടിന്റെ ആരവത്തിൽ. നമുക്കറിയാം ഈ ആറന്മുള വള്ളംകളി എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറൻ വള്ളംകളിയുടെ ശൈലിയല്ല. പകരം സത്രക്കടവിൽ കൂടെ ഈ തുഴയെറിഞ്ഞു വരുന്ന അവിടെ നിൽക്കുന്ന പള്ളിയോടങ്ങൾ വഞ്ചിപ്പാട്ടിനെ ഭഗവാനെ സ്തുതിച്ചുകൊണ്ടാണ് അവരെത്തുന്ന. ആ വഞ്ചിപ്പാട്ടിന്റെ ആ ആരവത്തിൽ അതനുസരിച്ചാണ് നയമ്പ് അവരെറിയുന്നത്. ആ നയമ്പ് തുഴഞ്ഞുകൊണ്ട് ഇപ്പോൾ ഏതാണ്ട് അടുക്കിലേക്ക് എത്തുകയാണ്, ഫിനിഷിംഗ് പോയിന്റിലേക്ക് എടുക്കുകയാണ് വള്ളങ്ങൾ. വലിയ മത്സരം, വലിയ ഫോട്ടോ ഫിനിഷിംഗിലേക്ക് എത്തുന്ന തരത്തിലുള്ള ആവേശകരമായ മത്സരം. ഇത്തവണ ആരാണ് 52 കരകളിൽ നിന്ന് ആരാണ് ഇത്തവണ എ ബാച്ച് മത്സരത്തിൽ ഫൈനലിലേക്ക് എത്തുക, അല്ലെങ്കിൽ അതിന്റെ ട്രോഫിയിൽ മുത്തമിടുക എന്ന ആവേശകരമായ ചോദ്യത്തിന് അല്പസമയത്തിനുള്ളിൽ തന്നെ ഉത്തരമെത്തും. അത്തരത്തില് വലിയ മത്സരം, ആവേശകരമായ മത്സരം. പമ്പയാറ്റിലെ ഓളപ്പരപ്പിളെ കീറി മുറിച്ചുകൊണ്ട് പള്ളിയോടങ്ങൾ കടന്നു വരുന്നു. ആവേശ പെരുമഴയാണ് തൃശ്ശൂരിൽ. ആറന്മുള വള്ളംകളിയുടെ വിശദാംശങ്ങളാണ് സുജു നൽകിയത്.